ഈജിപ്റ്റ് മുതൽ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം. മഹാനായ സൈറസ്, ഡാരിയസ് ഒന്നാമൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നീ ചരിത്ര മഹാരഥന്മാരെ ഇവിടെ കാണാം. പുരാതന ഇറാൻ, പേർഷ്യൻ, യൂറോപ്യൻ കാലങ്ങളിലൂടെ ഒരു ചെറിയ യാത്ര. കൂടാതെ ഇരുമ്പ് യുഗത്തിലെ ഒരു മനുഷ്യന്റെ ശവശരീരം. ആരാണ് ഈ ലിൻഡോമാൻ? ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ കാഴ്ചകൾ തുടരുന്നു. ലണ്ടൻ ട്രെയിൽസിലേക്ക് സ്വാഗതം. ഇറാനിലെ ആദ്യകാല മനുഷ്യരുടെ തെളിവുകൾ ഏതൊരു ചരിത്ര പഠിതാവിനെയും ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് എത്തിക്കും. പഴയ ശിലായുഗം, ചരിത്രപരമായി പേർഷ്യ എന്നറിയപ്പെടുന്ന പുരാതന ഇറാൻ 12 നൂറ്റാണ്ടുകളായി പടിഞ്ഞാറൻ ഏഷ്യയിലെ പ്രബല രാഷ്ട്രമായിരുന്നു. അഖീമെനിയൻ, പാർത്തിയൻ, സസാനിയൻ എന്നീ 3 തദ്ദേശീയ രാജവംശങ്ങൾ അഭൂതപൂർവമായ വലുപ്പവും സങ്കീർണതയുമുള്ള ഒരു സാമ്രാജ്യത്തെ നിയന്ത്രിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾ പഴക്കമുള്ള ലോകത്തിലെ ആദ്യകാല ഓപ്പൺ എയർ സെറ്റിൽമെന്റുകളിൽ ചിലത് ഇറാനിലാണ്. BC 559 അഖീമെനിഡ് രാജവംശത്തിലെ മഹാനായ സൈറസ് സ്ഥാപിച്ച പുരാതന കാലത്തെ ഏറ്റവും വലുതും ശക്തവുമായ അഖീമെനിയൻ സാമ്രാജ്യം. പടിഞ്ഞാറ് ബാൽക്കൻ, ഈജിപ്റ്റ്, പശ്ചിമേഷ്യയുടെ ഭൂരിഭാഗവും മധ്യേഷ്യയുടെ ഭൂരിഭാഗവും വടക്ക് കിഴക്കും സിന്ധു താഴ്വര തെക്ക് കിഴക്കും ഈ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. അതായത് ഈജിപ്റ്റ് മുതൽ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം. സൈറസിന്റെ കാലശേഷം മകൻ കാംബിസസ് രണ്ടാമൻ BC 530 മുതൽ 522 വരെ ഭരിച്ചു. പുള്ളിയും മരിച്ചു. പിന്നീട് ഭരണം പിടിച്ച കാംബിസസിന്റെ അംഗരക്ഷകനായിരുന്ന BC 486 വരെ ഭരണസാരഥ്യം വഹിച്ച ഡാരിയസ് ഒന്നാമന്റെ കീഴിൽ ഈജിപ്തിനെ കൂടി പേർഷ്യൻ പ്രദേശത്തോട് ചേർത്തു. അങ്ങനെ പൂർവികനായ അഖീമെനസിന്റെ പേരിൽ അഖീമെനിയൻ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തി. BC 330 ആയപ്പോഴേക്കും അഖീമെനിയൻ സാമ്രാജ്യം അലക്സാണ്ടർ ദ ഗ്രേറ്റ് കീഴടക്കി. മാസഡോണിയൻ സാമ്രാജ്യത്തിന്റെ ഈ വിജയം ഒരു പ്രധാന നേട്ടമായി. അലക്സാണ്ടറുടെ മരണം ഹെലനിസ്റ്റിക് കാലഘട്ടത്തിന്റെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. തകർന്ന അഖീമെനിഡ് സാമ്രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ടോളമിക് രാജ്യത്തിന്റെയും സെലൂസിസ് സാമ്രാജ്യത്തിന്റെയും ഭരണത്തിന് കീഴിലായി. BC 321 മധ്യ പീഠഭൂമിയിലെ ഇറാനിയൻ വരേണ്യവർഗം പാർത്തിയൻ സാമ്രാജ്യത്തിന് കീഴിൽ അധികാരം വീണ്ടെടുക്കുന്നതിന് മുമ്പ് ഏകദേശം 1 നൂറ്റാണ്ടോളം ഗ്രീക്ക് ഹെലനിസ്റ്റിക് ഭരണം നിലനിന്നു. ഈ പറയുന്ന ഓരോ കാലഘട്ടങ്ങളിലെയും ചില വസ്തുക്കൾ ഇവിടെ കാണാം, ഒപ്പം ചരിത്രവും. സാമ്രാജ്യത്വ ഭരണത്തിന്റെ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ റോമൻ സാമ്രാജ്യത്തിൽ പരിവർത്തനം ചെയ്ത നിരവധി പുതിയ മത ആരാധനകൾ കണ്ടെത്തി. മാഗി എന്നറിയപ്പെടുന്ന ഇറാനിയൻ പുരോഹിതന്മാരെ ഗ്രീക്കുകാരും റോമക്കാരും പുരാതന അറിവിന്റെ ഉടമകളായും പേർഷ്യൻ രാജാക്കന്മാരുടെ ഉപദേശകന്മാരായും വളരെ കാലമായി കണ്ടിരുന്നു. ബൈബിളിൽ ശിശുവായ യേശുവിനെ സമ്മാനങ്ങളുമായി കിഴക്ക് നിന്ന് കാണാൻ വന്നവർ അവരാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അർസാസസ് ഒന്നാമൻ രാജാവിലൂടെ പാർഥ്യൻ സാമ്രാജ്യത്തിന്റെ ആരംഭം. BC 171 മുതൽ 132 വരെ ഭരിച്ച മിത്രിഡേറ്റ്സ് ഒന്നാമൻ മീഡിയയും മെസപ്പൊട്ടോമിയയും പിടിച്ചെടുത്ത് സാമ്രാജ്യം വളരെയധികം വികസിപ്പിച്ചു. അതിന്റെ ഉച്ചസ്ഥായിയിൽ പാർഥ്യൻ സാമ്രാജ്യം യൂഫ്രട്ടീസിന്റെ വടക്കൻ ഭാഗം മുതൽ ഇന്നത്തെ മധ്യകിഴക്കൻ തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ വരെ വ്യാപിച്ചിരുന്നു. മെഡിറ്ററേനിയൻ തടത്തിലെ റോമൻ സാമ്രാജ്യവും ചൈനയിലെ ഹാൻ രാജവംശവും തമ്മിലുള്ള സിൽക്ക് റോഡ് വ്യാപാര പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സാമ്രാജ്യം വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായി മാറി. അങ്ങനെ പാർഥ്യൻ സാമ്രാജ്യത്തിന്റെ ഒടുവിൽ രാജാവായ അർദാഷിർ ഒന്നാമൻ പാർഥ്യൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് സസാനിയൻ രാജവംശം സ്ഥാപിച്ചു. പിന്നെയും യുദ്ധങ്ങൾ. എന്നാൽ ഇസ്ലാം മതത്തിന്റെ കൊടിക്കീഴിൽ അറബികളുടെ ഉയർച്ച. AD 651 സസാനിയൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു. ഇങ്ങനെ പോകുന്നു പുരാതന ഇറാൻ ചരിത്രങ്ങൾ. ഹിമയുഗത്തിലെ പുരാതന യൂറോപ്യൻ ചരിത്രങ്ങളും ഇവിടെ കാണാം. 12,000 വർഷങ്ങൾക്ക് മുമ്പ് നിബിഡമായ വനത്തിൽ നിന്നും ലഭിക്കുന്നത് വേട്ടയാടിയും ശേഖരിച്ചും ജീവിച്ച ജനത. നല്ല കാട്ടുഭക്ഷണത്തിനായി കൂടാരം മാറ്റിയടിച്ച് ജീവിച്ചവർ. പട്ടിയെ അല്ലാതെ മറ്റൊരു മൃഗത്തെയും വളർത്താത്ത, കൃഷി എന്താണെന്ന് പോലും അറിയാത്ത കാലം. എന്നാൽ BC 4000 ബ്രിട്ടനിൽ കൃഷിയെത്തി. മധ്യ യൂറോപ്പിൽ നിന്ന് കുടിയേറ്റക്കാർ എത്തിത്തുടങ്ങി. ഈ കുടിയേറ്റക്കാർ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. ഇത് സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിലേക്ക് നയിച്ചു. അതിനെ നിയോലിത്തിക് വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. പാത്രങ്ങൾ ഉണ്ടാക്കുന്ന, പോളിഷ് ചെയ്ത കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നോളജിയും ഒപ്പം കൃഷിക്കായുള്ള ധാന്യവിത്തുകളും കന്നുകാലികളും അവർ കൊണ്ടുവന്നു. അങ്ങനെ അവർ വന്ന് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരിടത്ത് വീട് പണിത് താമസമാക്കണം എന്ന ആശയം ഉണ്ടായത്.
BC 2900-700 കാലഘട്ടങ്ങൾക്ക് ഇടയിൽ കല്ലുകൾക്ക് പകരം വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയ ഉപകരണങ്ങൾ. ധാന്യകൃഷിയും കന്നുകാലി വളർത്തലും ശക്തമായി. കമ്പിളിക്കും ഭക്ഷണത്തിനുമായിട്ടും വളരെയധികം ചെമ്മരിയാടുകളെയും വളർത്തി. തങ്ങളുടെ ആവശ്യങ്ങൾക്കും അധികമായുള്ള ഉൽപാദനം വ്യാപാര മേഖലയിലേക്ക് അവരെ നയിച്ചു. BC 1300-650 പീരീഡിൽ വ്യാപാരത്തിൽ നിന്നുമുള്ള പണത്തിന്റെ വർധന, ആളുകൾ വലിയ അളവിൽ ഭക്ഷണം കഴിക്കുന്ന കൂട്ടായ്മകൾ, വിരുന്ന് ഒരു പ്രധാന സാമൂഹിക ആചാരമായി തീരാൻ കാരണമായി. അത്തരം വിരുന്നിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത പാത്രങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം ചോദിച്ചതുപോലെ ആരാണ് ഈ ലിൻഡോമാൻ? 1984 ഇംഗ്ലണ്ടിലെ ചെഷയറിലെ ലിൻഡോമോസിൽ കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ സംരക്ഷിത ബോഗ് ബോഡിയാണ് ലിൻഡോമാൻ. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച സംരക്ഷിത ഇരുമ്പ് യുഗത്തിലെ ബോഗ് ബോഡികളിൽ ഒന്നാണിത്. ഇരുമ്പ് യുഗത്തിലെ ഒരു മനുഷ്യന്റെ ബോഡി. പീറ്റ് ബോഗിന്റെ അസിഡിറ്റിയും ഓക്സിജനും ഇല്ലാത്ത അവസ്ഥകൾ ലിൻഡോമാന്റെ ശരീരത്തെ സംരക്ഷിച്ചു. അവന്റെ ചർമ്മം, മുടി, ആന്തരിക അവയവങ്ങൾ എന്നിവ ഇപ്പോഴും ദൃശ്യമാണ്. വളരെ ശാസ്ത്രീയമായ പ്രക്രിയയിലൂടെയാണ് ഇതിന്റെ ഇവിടുത്തെ സംരക്ഷണം. ലിൻഡോമാനെ കുറിച്ച് ശാസ്ത്രജ്ഞർ നിരവധി വസ്തുതകൾ കണ്ടെത്തി. കുറുക്കന്റെ രോമം കൊണ്ടുള്ള ആംബാൻഡ് ഒഴികെ നഗ്നനായ മനുഷ്യൻ. 1.73 മീറ്റർ ഉയരവും 64 കിലോ ഭാരവുമുണ്ട്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 25 വയസ്സായിരുന്നു. ട്രിം ചെയ്ത താടി രോമങ്ങളും കുറച്ച് നഖങ്ങളുമായി ഒരു പരിഷ്കാരി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തീയിൽ ചുട്ട ഒരു പരന്ന പുളിപ്പില്ലാത്ത അപ്പം അദ്ദേഹം കഴിച്ചു. ഇയാളുടെ വയറ്റിൽ വിഷമുള്ള മിസ്റ്റലാക്ടോ പൂമ്പൊടിയും കണ്ടെത്തി. ഇവ മനഃപൂർവ്വം കഴിച്ചതാണോ അതോ അബദ്ധത്തിൽ വിഴുങ്ങിയതാണോ എന്ന് നിശ്ചയമില്ല. പക്ഷേ ലിൻഡോമാന്റെ മരണം ഒരു ക്രൂരമായ കൊലപാതകമായിരുന്നു. കഴുത്തൊടിഞ്ഞതും തലയോട്ടി പൊട്ടിയതും കഴുത്തിൽ ഒരു ഗാരറ്റ് അടയാളവും ഉണ്ടായിരുന്നു. മൂർച്ചയേറിയ ഒരു വസ്തു കൊണ്ടുള്ള അടിയിൽ മുഖത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ കാഴ്ചകൾ. ബാക്കി മ്യൂസിയം കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.